ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള മണ്ടപ്പൂറ്റാണെന്ന് ഉണ്ടാക്കണേ. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പായസം പോലെ തന്നെ മണ്ടപ്പൂറ്റും. അസുഖങ്ങളൊക്കെ മാറി ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഈ വഴിപാട് നേര്. മണ്ടപ്പൂറ്റ് ഉണ്ടാക്കാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ 1 കപ്പ് ചെറുപയറിൻ്റെ കണക്കിനാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. അടുത്തത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിച്ചതാണിത്. പുട്ടുപൊടിയല്ല, ഇടിയപ്പത്തിനുള്ള പോലെ ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് വേണ്ടത്. ചെറുപയർ തരുതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത്. അരിപ്പൊടി നല്ലോണം പൊടിച്ച് വറുത്തെടുത്തതാണ്. ചീനച്ചട്ടി ചൂടായി ചെറുപയർ വറുക്കാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പയറൊന്നും വെന്ത് കിട്ടുക വേണം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഡ്രൈ റോസ്റ്റ് ആക്കാണ് വേണ്ടത്. നല്ലോണം വറുത്തെടുക്കണം. പിന്നെ ആവി കയറ്റണല്ലേ ഉള്ളൂ, അതുകൊണ്ട് റോസ്റ്റ് ആയിട്ടുള്ള വേവന വേണം. തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും. പയറും അരിപ്പൊടി നേരത്തെ വറുത്തതാണ് ഉപയോഗിക്കുക. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുക. പൊങ്കാലയുടെ അന്ന് ദേവിക്ക് സമർപ്പിക്കാൻ അങ്ങനെ പായസവും മണ്ടപ്പൂറ്റും തെരളിയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യണത് കാണുമ്പോൾ തന്നെ ഒരു നിറവാണ്. ദൂരെ നിന്നൊക്കെ പൊങ്കാലയുടെ വരുന്നവരാണെങ്കിൽ നേരത്തെ വൃത്തിയായിട്ട് വറുത്ത് പൊടിച്ച് പാക്കറ്റിലാക്കി കൊണ്ടുവരും. തിരുവനന്തപുരത്തുള്ളവർ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊങ്കാലയിടാൻ പറ്റുന്നവരൊക്കെ അന്ന് രാവിലെ തന്നെയാണ് അരിയും പയറൊക്കെ വറുക്കുകയും പൊടിക്കുകയും ചെയ്യുക. ഇപ്പോൾ ആയിട്ടുണ്ട്. കളർ മാറി റോസ്റ്റായ മണം വന്നിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയിലായതുകൊണ്ട് കുറേ നേരം ചൂട് നിൽക്കും. അപ്പോൾ വേഗം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. ചൂടാറിയ പൊടിക്കാം. ചെറുപയർ ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര ചീകിയെടുക്കാം. ചിലർ പാനിയൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കൺസിസ്റ്റൻസി വ്യത്യാസം വരും ചിലപ്പോൾ. കാരണം മണ്ടപ്പൂറ്റിന് ശർക്കരയുടെയും നാളികേരത്തിൻ്റെയും വെള്ളമായോ പിന്നെ ഇത്തിരി വെള്ളം കൂടിയേ വേണ്ടു. ലൂസായ ഷേപ്പിൽ കിട്ടില്ല നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ ശർക്കര ചീകിയെടുത്ത് കഴിഞ്ഞു. നല്ല മധുരമുള്ള ശർക്കരയാണ്. പയറും അരിയും കൂടി ഒരു 1.5 കപ്പ് ഉണ്ട്. അതുകൊണ്ട് ശർക്കര നല്ലോണം 1 കപ്പ് ചേർക്കാം. മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഒപ്പം ചേർക്കാം. കല്ലും പൊടിയില്ലാത്ത ശർക്കര എടുത്താൽ പിന്നെ പാനിയാക്കാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ചെറുപയർ പൊടിച്ചെടുക്കാം. കരിയാണ്ട് ഒരേപോലെ വറുത്തെടുത്തതാണ്. പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തരിതരി ആയിട്ടാണ്, വല്ലാണ്ട് പൊടിയണ്ട. ബൗളിലേക്ക് ചെറുപയർ പൊടിയും അരിപ്പൊടിയും ശർക്കര ചീവിയതും കഷ്ടി ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി, നാളികേരം ചിരകിയത് നല്ലോണം 1 കപ്പ് വേണം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 4 ഏലക്കായും തൊലി കളഞ്ഞിടാം. വേണമെങ്കിൽ പൊടിച്ചിടുകയും ചെയ്യാം ഏലക്കായ. പിന്നെ ഇത് നല്ലോണം യോജിപ്പിക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം കുടഞ്ഞ് കുഴയ്ക്കാം. പൊടികളിലേക്ക് ശർക്കരയും നാളികേരമൊക്കെ നല്ലോണം യോജിച്ച് വരണം. ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. പുട്ടിന് കുഴയ്ക്കണ പാകത്തിലായി. ഇത്തിരി വെള്ളം ചേർക്കാം. ഉരുട്ടി എടുക്കുമ്പോൾ ടൈറ്റായിട്ട് ഇരിക്കണം ഉരുള. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇത്തിരി വെള്ളം നമ്മൾ കുടഞ്ഞിട്ടുള്ളൂ. ഇനി ഉരുട്ടി നോക്കാം. കയ്യിൽ ഒതുങ്ങണ രീതിയിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. തലവേദനയും മൈഗ്രെയിനും, അതായത് കഴുത്തിന് മുകളിലേക്കുള്ള അസുഖങ്ങൾക്കാണ് ഈ വഴിപാട് നേര്. അതാണ് മണ്ടപ്പൂറ്റെന്ന പേര്. അതിൻ്റെ പാകത്തിന് നമുക്ക് നല്ല ഷേപ്പിലാക്കിയെടുക്കാം. ഉരുട്ടി കഴിഞ്ഞു. സ്റ്റീം ചെയ്യാൻ വയ്ക്കാൻ ഈ അളവിന് ഉണ്ടാക്കുമ്പോൾ ഒരു 12 എണ്ണം ഉണ്ടാവും. മൺകലത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് മണ്ടപ്പൂറ്റ് വേവിക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് നല്ലോണം ആവിയിൽ വേവണം. ഇപ്പോൾ ആവിയൊക്കെ കയറി എന്ത് വന്നിട്ടുണ്ട്. ഇനി മാറ്റാം. പൊടി കുഴച്ചതൊക്കെ കൂടി ഒരു വലിയ ഉരുളിയാക്കിയിട്ട് ഒറ്റ മണ്ടപ്പൂറ്റ് ഉണ്ടാക്കണവരുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഉരുട്ടാനും എളുപ്പമാണ്. പ്രസാദമായിട്ട് പിന്നെ വേണ്ടവർക്കൊക്കെ കൊടുക്കാനും എളുപ്പമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്കുള്ള മണ്ടപ്പൂറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.